ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈമുനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് അരി കുതിരിക്കാതെ അരയ്ക്കാതൊക്കെ എങ്ങനെ വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ അച്ച് ശർക്കരയാണ്. അപ്പോൾ ഒരു 5-6 അച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. നമ്മുടെ സാധാരണ അരിപ്പൊടി 1 കപ്പ്, പിന്നെ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ഒരു 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ തയ്യാറായ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം വേണം. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒന്നിച്ചങ്ങ് ഒഴിച്ചാൽ വെള്ളം കൂടി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കുറേശ്ശെ ഒഴിച്ച് ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്ററിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ, ഇപ്പം നമ്മുടെ കയ്യിൽ അരിപ്പൊടിയും മൈദയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാവ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടെ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ജീരകം മാത്രമേ ചേർത്തെടുത്തിട്ടുള്ളൂ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എണ്ണ കൂടുതൽ അങ്ങ് ചൂടായി പോകരുത്. ഒരു പാകം ചൂടിന് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ ഒരുപാട് അങ്ങ് ചൂടായി പോകരുത്. ഇനി നമുക്കിതുപോലെ മുഴുവനായിട്ട് ചുട്ടെടുക്കാം. വളരെ സോഫ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പമാണ്. ഞാൻ അരിപ്പൊടി ഉപയോഗിച്ച് നേർച്ച് ടേസ്റ്റിന് ഒരു കുറവുമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ബാറ്ററൊക്കെ മുഴുവനായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീണ്ടും കാണുന്നവർ വരെ ബൈ.